പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ്. ഇന്നത്തെ ഈ രാശിപ്രകാരം ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ സൂര്യനുണ്ട്, 2-ാം ഭാവത്തിൽ ശുക്രൻ, 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ചൊവ്വ, ശനി, ബുധൻ. ഒരു രാശിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാശ്യധിപൻ്റെ ബലമാണ് നാം ആദ്യം ശ്രദ്ധിക്കുക. ഇവിടെ മേടൻ രാശിയിൽ രാശിയുടെ അധിപനായ ഗ്രഹം ചൊവ്വയാണ്. ആ ചൊവ്വ വളരെ ദുർബലമായി എവിടെ നിൽക്കുന്നു? 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത്ര നല്ലതല്ല. 12-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പതിതസ്തുരിഭേ, പാതിത്യം, വീഴ്ച വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചൊവ്വ സഹോദരകാരകനാണ്, സഹോദരപതി. 3-ാം ഭാവാധിപനായ ബുധനാണെങ്കിൽ നീചസ്ഥനുമാണ്. അതിനാൽ സഹോദര ഗുണം വളരെ കുറയുന്ന സമയമാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക, സ്വർണം നഷ്ടപ്പെടുക, താൻ എല്ലാം തയ്യാറാക്കി വെച്ചു എന്ന് കഴിയുമ്പോൾ ആ രേഖ കാണാതാവുക, അല്ലെങ്കിൽ രേഖയിൽ കൃത്രിമത്വം ആരോപിക്കുക, തനിക്കെതിരെ കൃത്രിമത്വം ആരോപിച്ച് താൻ കള്ളം ചെയ്തു, ചതിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വാരമാണിത്. ഇവിടെ കർമാധിപനായ ശനിയും വളരെ ദുർബലമായാണ് 12 നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ തന്നെ തൻ്റെ പല സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെടുക, അതിലൂടെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുക. സന്താനങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇവിടെ സന്താനവതിയായ ഗ്രഹം സൂര്യൻ ഉച്ചസ്ഥനാണ്. അത്യുച്ചം കഴിഞ്ഞാലും അത് ലഗ്നത്തിൽ നിൽക്കുന്നു. പലപ്പോഴും തൻ്റെ അഭിമാനത്തോടുകൂടി പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ ഗുണം വരും. സാമ്പത്തികമായ വളരെയധികം ഗുണം വരുന്ന വാരമാണിത്. വളരെയധികം സാമ്പത്തികമായി ഗുണം അനുഭവിക്കുന്ന ഒരു വാരമാണ്. കാരണം ധനാധിപൻ ഇഷ്ടസ്ഥാനത്തുണ്ട്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. നിർബന്ധമായും ഈ വാരത്ത് ദോഷപരിഹാരം ശനിയാഴ്ച നെയ്വിളക്ക് അയ്യപ്പന് സമർപ്പിക്കുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം. അപ്രകാരം ദുർബലമായ ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസവും ചെയ്യുക. ദേഹവിഷയം വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായി ഡിസ്ക്, നട്ടലുകൾ, ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ഭാഗത്തുണ്ടാകുന്ന മുഴകൾ, തലവേദന, ഗ്ലാസിൻ്റെ പവർ മാറ്റി വയ്ക്കേണ്ടുന്ന അവസ്ഥ, ഇതൊക്കെ സംജാതമാകുന്ന വാരമാണ്, ശ്രദ്ധിക്കുക.